രൂപയ്ക്ക് 23 മോഡൽ 24 രജിസ്ട്രേഷൻ 4 വീൽ ഡീസൽ ഓട്ടോമാറ്റിക് കാറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഡീസൽ മാനുവലാണ്. 25,000 മാത്രം. ആ ഒരു വർഷം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനങ്ങിയിട്ടില്ല. വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 47,000. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. 20 സംബന്ധിച്ച് ഇപ്പോൾ 6 വർഷം ആയി. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ സിംഗിൾ ഓണർ കിടക്കുന്ന ലോ കിലോമീറ്റർ വണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം കുറച്ച് അധികമായി അല്ലേ? ഓക്കെ, അപ്പോൾ പോസ്റ്റ് ലിങ്കിലേക്ക് വന്നിരിക്കുകയാണ്. പോസ്റ്റ് ലിങ്ക് പ്രീ ഓൺഡ് കാസ് മലപ്പുറം വള്ളോമ്പ്രത്താണ് ലൊക്കേഷൻ. തബ്ഷീർ ഭായ് നമ്മുടെ കൂടെ ഉണ്ട്, സ്വാഗതം. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ പ്രീമിയം വണ്ടികളും അതേപോലെ തന്നെ ഒരു സെമി പ്രീമിയം കാറ്റഗറി കോമ്പാക്ട് SUV അങ്ങനത്തെ ഒക്കെ വാഹനങ്ങൾ ലഭിക്കുന്ന ഷോറൂമാണ്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് മൊത്തവും നല്ല വിലപ്പാകത്തിൽ കൊടുത്തുകൊണ്ടതാണ്. ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നല്ല വിലപ്പാകത്തിൽ കൊടുത്തുകൊണ്ടുന്ന ഒരു ഷോറൂമാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോസ് നോക്കുന്നവർക്ക് അറിയാം, നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നവർക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും സെഗ്മെന്റ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറകിൽ നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ആണ് കൂടുതലുള്ളത്. പ്രീമിയം മാത്രമല്ല, പുറത്ത് MG ഉണ്ട്, പുറത്ത് ബാക്കിലായിട്ട് വലിയൊരു ഷോറൂമാണ്. മൊത്തത്തിൽ എത്ര വണ്ടിയുണ്ട് അവിടെ? ഇപ്പോൾ 40 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ സെഗ്മെന്റും നമ്മൾ ഇന്ന് കാണിക്കേണ്ട വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വണ്ടി വേണ്ടവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വണ്ടി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും വിട്ടുവരുത്. പോസ്റ്റിങ്ങിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇത് വള്ളോമ്പ്രത്ത് നിന്ന് കറക്റ്റ് ലൊക്കേഷൻ എവിടെയത്? അത്താണിക്കൽ. മലപ്പുറം റോഡിൽ അത്താണിക്കലാണ്. വള്ളോമ്പ്രം കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോകുമ്പോൾ അത്താണിക്കൽ. അപ്പോൾ ആ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. എന്തായാലും നമുക്ക് വണ്ടികൾ കണ്ടു നോക്കാം. പിന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലല്ലോ? ഇല്ല, അതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, ആ ഒരു ട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വിളിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോയിലേക്ക് ആദ്യ വാഹനം MG ഹെക്ടർ ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഏതാ മോഡൽ ഇത്? ഇത് MG ഹെക്ടർ 2022 മോഡൽ. ഷാർപ്പ് ഏറ്റവും ടോപ്പ് എൻഡ്. 22 ടോപ്പ്. പെട്രോൾ ഓട്ടോമാറ്റിക് DCT ഇല്ല? DCT. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. 22 ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഇപ്പൊ മൊത്തത്തിൽ മാറി, ഇതെല്ലാം മാറി, ഓപ്ഷനെല്ലാം മാറിയിട്ടുണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. ഓട്ടം 70,000. 22 ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ. ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് സുഖം കൊണ്ട് തന്നെയാണ് ആൾക്കാർ എടുക്കുന്നത്. മൈലേജ് ഒരു 8-11 ആ റേഞ്ച് കണ്ടാൽ മതി അല്ലേ? മൈലേജ് കംഫർട്ടാണ് മെയിൻ. അപ്പോൾ എത്രയാ ചോദ്യം? ഇപ്പോൾ ഇത് നമുക്ക് 12,90,000. 12,90,000 22 മോഡൽ ഷാർപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടി. വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ഫുള്ള് സർവീസ് ഫുള്ള് ലോണും ചെയ്ത്. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കാനില്ല. ഫുള്ള് ലോൺ എന്ന് പറയുമ്പോൾ വണ്ടിക്ക് കിട്ടും, ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹെക്ടർ പ്ലസ് ആണ് അടുത്തത്. അതായത് 6 സീറ്റർ വാഹനം. KL43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഏതാ മോഡല്? 2021 6 സീറ്റർ വണ്ടി. ഓക്കെ, 6 സീറ്റർ 21 മോഡല്. വെറും 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഏതാ? പെട്രോളാ? ഡീസൽ മാനുവൽ ആണ്. 25,000 മാത്രം. ആ ഒരു വർഷം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനങ്ങിയിട്ടില്ല. വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മൈലേജ് എത്ര കിട്ടും ഇതിന് ശരിക്കും? 14-15 വരെ. ലോങ് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഓക്കെ, മാനുവലും ആണ്. അപ്പോൾ 6 സീറ്ററും ആണ് ഇത്. സെൻട്രലിൽ ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. അപ്പോൾ താല്പര്യം നല്ല കംഫർട്ട് പോകാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഇതൊന്ന് പോളിഷ് ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുക്കും. ഓക്കെ, അങ്ങനെ തരുള്ളൂ എല്ലാ വണ്ടിയായാലും. ടയർ ഭാഗവും നല്ലതാണ്. 25,000 ഓടിയുള്ളൂ അല്ലേ? വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എത്ര ചോദ്യൻ്റെ? ഇത് നമുക്ക് നെറ്റ് 14,400 കൊടുക്കാം. 14,25,000 രൂപയ്ക്ക് 2021 വെറും 25,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. അതും ഡീസൽ മാനുവൽ ആണ്. ഓക്കെ, പിന്നെ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഒരു 12-13 ലെവലിൽ ലോൺ. ഓക്കെ, നിങ്ങൾ ഇതിന്റെ വില കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കിലോമീറ്റർ കൂടി എന്തായാലും കമ്പയർ ചെയ്യണം വേറെ ആൾ വെച്ച്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ മിനി കൺട്രിമാൻ. ഇത് കേരള വണ്ടിയോ അല്ല? റിയ ആയതാ കേരളോട്ട്. KL7 റിയ ആയി കഴിഞ്ഞ വാഹനമാണ്. ഓക്കെ, ഏതാ മോഡല്? ഇത് 2012-13 രജിസ്ട്രേഷൻ. 12-13. ഓക്കെ, ഓട്ടം 1 ലക്ഷം. 1 lakh ഓടിയുണ്ട്. അത് സർവീസ് ഒക്കെ കമ്പനിയിൽ നിന്ന് പോയതാണോ? ലാസ്റ്റ് പുറത്തുനിന്ന് എക്സ്ചേഞ്ചിന് വന്നതാണ്. റീസെന്റ് ചെയ്യുന്ന പുറത്തുനിന്ന്. അതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കറക്റ്റ് ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപന്റെ ബില്ല് ഓൾമോസ്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബില്ല് നിലവിൽ ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, 12 മോഡൽ 13 രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. ഇവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലേ? ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ 12-13 KL7 ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല.
അത്യാവശ്യം നല്ല ടയർ ഭാഗമുണ്ട്. ഫിസിക്കൽ ക്ലെയിം ഒന്നും കണ്ടിട്ടില്ല. മേജർ ഉണ്ടായിട്ടോ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ഒരു വണ്ടിയാണ്. പക്ഷെ സർവീസ് പുറത്തുനിന്നാണ് പോയത്. ഓക്കെ, എത്ര ഇപ്പോ ചോദ്യം? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് 10,90 കൊടുക്കാം. 10,90,000 രൂപയ്ക്ക് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ കൺട്രിമാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പർ ആയി കഴിഞ്ഞു. സാർ നിങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ ഒരു വണ്ടി എടുക്കുന്നത് അവിടുത്തെ NOC-യിൽ തന്നെ ഒരുപാട് പേര് വരെ 10 രൂപ. എത്ര NOC തന്നെ 10 രൂപ. ഇങ്ങോട്ട് മാറിന് എത്ര വേണ്ടി വരും? 2.5 ലക്ഷം രൂപ മിനിമം. 2.5 ലക്ഷം പിന്നെയും കാണേണ്ടി വരും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് കേരള നമ്പർ ആയിട്ട്. ഇനി നിങ്ങൾ ഒന്നും ഇതിന്റെ മുകളിൽ ചെയ്യാനില്ല. നിലവിൽ ഇൻഷുറൻസും കാര്യമൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം ഫുൾ ഫിറ്റ്, എല്ലാം ഓക്കെ ആണ്. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോ. ലോണും കയറൂലേ? മാക്സിമം ലോണ് 12-13 പണിയായിരിക്കും. നോക്കാലോ, ട്രൈ ചെയ്തിട്ട് ഏതെങ്കിലും കിട്ടുകയാണെങ്കിലോ. അടുത്തതാ നല്ല സ്റ്റൈലിഷ് ആയി മോഡിഫൈ ചെയ്തൊരു ഥാറാണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഓക്കെ, ബമ്പർ, ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, 360 ക്യാമറ, ഒരുപാട് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ഒരുപാട് ലൈറ്റ്സ്, ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. എത്ര ഉണ്ടാവും മൊത്തം? 3 ലക്ഷത്തിന്റെ അടുത്ത് ഫിറ്റിംഗ്സ്. 3 ലക്ഷത്തിന്റെ അടുത്ത് ഫിറ്റിംഗ്സ് കയറിയേക്കുന്ന ഒരു അടിപൊളി ഥാറാണ്. വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ല അല്ലേ? ഏതാ മോഡല്? ഇത് 2023-24 രജിസ്ട്രേഷൻ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് 4x4. ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഓട്ടോമാറ്റിക്കലി 4x4 ഡീസൽ. ഓക്കെ, വാറണ്ടി ഇപ്പൊ 27 വരെ ഉണ്ടാവില്ലേ കമ്പനി വാറണ്ടി? 24 എന്തായാലും രജിസ്ട്രേഷൻ 27 വരെ കമ്പനി വാറണ്ടിയിൽ കിട്ടുന്ന വാഹനമായിരിക്കും. വേറെ ക്ലെയിമും കാര്യം എന്തെങ്കിലും ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ഒറിജിനൽ അവരുടെ കയ്യിലുണ്ടോ? ഇതിന്റെ ഒറിജിനൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ കിട്ടിയത് നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും നിങ്ങൾ ഇനി മുടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫ്രീക്കിലൊക്കെ വേണമെന്നുണ്ടോ? 5 വീൽസും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ചോ. എത്രയാണ് ചോദ്യം ഇപ്പോ? ഇത് നമുക്ക് നെറ്റ് 16,90. 16,90,000 രൂപയ്ക്ക് 23 മോഡൽ 24 രജിസ്ട്രേഷൻ 4 വീൽ ഡീസൽ ഓട്ടോമാറ്റിക് കാറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി. തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്നെടുത്തോ. ലോൺ എത്ര കയറൂലേ? 15 എന്തായാലും കയറും. 15. ഓക്കെ, ഇപ്പൊ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ? RTO പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഇതായില്ലേ, മാറ്റി പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. മോഡിഫൈ ചെയ്യാൻ നോക്കെ അല്ലേ? ഓക്കെ, അപ്പൊ താല്പര്യം എന്തായാലും വന്നോ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ടൊയോട്ടയുടെ അൾട്ടിസ് ആണ്. കേരള വണ്ടി ഇത്? ഒറിജിനൽ കേരള വണ്ടി. എവിടെയാ രജിസ്ട്രേഷൻ അറിയോ? KL 5, കോട്ടയം വണ്ടിയാണ്. ഏതാ മോഡല്? ഇത് 2017-18 രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് VL ഓട്ടോമാറ്റിക്. VL ടോപ്പ് എൻഡ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. 17 മോഡലും 18 രജിസ്ട്രേഷനും, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോ എത്ര പോയി? ഇത് 1,25. 1,25,000. പെട്രോൾ വണ്ടിയാണ്. ഇതിന്റെ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. എല്ലാ 5-ലും 10-ലും സർവീസ് കറക്റ്റ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, സീറോ ക്ലെയിം. ഓക്കെ, സീറോ ക്ലെയിം വാഹനം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. 555 നമ്പർ. ഓക്കെ, 555 അടിപൊളി നമ്പറുമാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ല സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി. ഇത് ഹൈബ്രിഡ് വരുള്ളല്ലോ? ഇല്ല, ഹൈബ്രിഡ് അല്ല. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് 9,70 ലാസ്റ്റ് നെറ്റ് കൊടുക്കാം. 9,70,000 രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഫുൾ ലോണും ഫുൾ ലോണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് ഇറങ്ങുമ്പോൾ ഒരു 23 ലാഖിന്റെ അടുത്ത് വിലയുണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു സ്റ്റൈലിഷ് ക്രെറ്റ. സ്റ്റൈലിഷ് എന്ന് പറയാൻ കാരണം കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ. ഏതാ മോഡല്? ഇത് 2017-18 വണ്ടിയാണ്. ഓക്കെ, ഇത് ന്യൂ ഷേപ്പ് അവരാക്കിയത്, എക്സ്ട്രാ ചെയ്തതാണ്, അഡീഷണൽ ചെയ്തതാണ്. ഒരുപാട് ഫിറ്റിംഗ്സുകൾ ഉള്ളില്. ഓൾമോസ്റ്റ് ഒരു SX-ന്റെ എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് E ആണ്. ബേസ് വേരിയന്റ് ആണ്. അത് ഇതിലേക്ക് മാറ്റിയതാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അത് ഇന്റീരിയറിൽ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നോക്കണല്ലേ? ഓക്കെ, അത് നമ്മുടെ ഇന്ത്യയിൽ കൺട്രോൾ, സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങള് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ സ്റ്റീരിയോ അടിപൊളി അലോയ്സ് ആണ്. 4 പുറത്തുനിന്ന്, അതായത് പുറത്തുനിന്നുള്ള വണ്ടീന്റെ ലുക്ക് ചാപ്പാര അമ്മ ലുക്കാ. ഓക്കെ, ബ്ലാക്ക് കളറും. ഓട്ടോ എത്ര പോയി? ഇത് 1,00,000 കിലോമീറ്റർ. ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ. ഓക്കെ, ഡീസൽ മാനുവൽ വാഹനമാണ്. പഴയ എല്ലാ സാധനവും നമുക്ക് അവർ തന്നിട്ടുണ്ട്. ശരി, അതിൽ ആക്സിഡന്റ് ആയിട്ടുള്ള മാറിയതൊന്നല്ല. അപ്പൊ ഇതിന്റെ എല്ലാം കയ്യിലുണ്ട്. ബമ്പർ, ലൈറ്റ്സ്, ബാക്കിലെ ടൈൽ, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോ എത്ര കൊടുക്കാൻ? ഡീസൽ നമുക്ക് നെറ്റ് 7,27,000 രൂപ കൊടുക്കാം. 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന ക്രെറ്റയാണ്. ഇത്രയും ഫീച്ചേഴ്സ് അഡീഷണലി ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഒക്കെ കോസ്റ്റ് അലോയ്സ് തന്നെയാണ്. 4 പുത്തൻ ടയർ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പുറത്തുനിന്ന് കാണുമ്പോൾ സ്റ്റൈലിഷ് ലുക്കാണ് വണ്ടി. ലോൺ എത്ര കയറും? ഫുൾ ലോൺ കിട്ടും. അടുത്തത് ഹോണ്ട എലിവേറ്റ് ആണ്. KL 7 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഹോണ്ടയുടെ ഒരു കോമ്പാക്ട് SUV. ഏതാ മോഡൽ ഇത്? ഇത് 2023-24 രജിസ്ട്രേഷൻ. ഓക്കെ, ZX ഏറ്റവും ടോപ്പ് എൻഡിൽ മാനുവൽ സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. ഓക്കെ, പിന്നെ ഓട്ടം 40,000.
ഓക്കെ, പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. ഇപ്പോൾ വാറണ്ടി 27 വരെ ഉണ്ടാവില്ലേ? ഓക്കെ, 27 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന ഒരു ഹോണ്ട എലിവേറ്റ് ആണ്. ഹോണ്ട പെട്രോൾ എഞ്ചിൻ, നല്ല ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും, വലിയ മെയിൻ്റനൻസ് വരില്ല. പിന്നെ മൈലേജ് ഇതിന് പൊതുവെ എങ്ങനെ കിട്ടുന്നുണ്ട് എലിവേറ്ററിന്? സിറ്റിയുടെ ഒരു മൈലേജ് എഞ്ചിൻ തന്നെയാണ്. ഇവിടൊക്കെ തന്നെയാ സെയിം തന്നെ കിട്ടും. ഒരു 11-15 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. ഓക്കെ, സീറോ ക്ലൈം അല്ല വണ്ടി? സീറോ ക്ലൈം. ഓക്കെ, ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ്. ടയറുണ്ട്. ഓക്കെ, റീസെന്റ് മാറിയതാണ് അല്ലേ? എത്ര ചോദ്യം? എത്ര ഇത്? നമുക്ക് നെറ്റ് 12.4. 12,25,000 രൂപയ്ക്ക് ZX സൺറൂഫ് വരുന്ന ഒരു കോമ്പാക്ട് SUV, പെട്രോൾ മാനുവൽ, 23 മോഡൽ, 24 രജിസ്ട്രേഷൻ. ഈ ഒരു ഫുൾ ലോണും നമുക്ക് സെറ്റ് ചെയ്ത് ഫുൾ ഓൺ. ഓക്കെ, ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് കിയയുടെ സോണറ്റ് ആണ്. ഫസ്റ്റ് ഷേപ്പ് സോണറ്റ്, KL7, എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ഇത്? 2020-21 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ? HTX സൺറൂഫ് വരുന്ന ഡീസൽ. STX അല്ല, ഡീസൽ മാനുവൽ. ഓക്കെ, മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് വരെ. 20 മേലെ തന്നെ പറയാം അല്ലേ? ഓക്കെ, സീറോ ക്ലെയിം ആണ്. ഓട്ടോ എത്ര പോയി? 1,10. 1,10,000 കമ്പനി സർവീസ്. ആ പ്രോപ്പർ സർവീസിംഗ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. 20 മോഡൽ, 21 രജിസ്ട്രേഷനിൽ, ഡീസലിൽ, 1,10 ഓടിയ STX സൺറൂഫ് വരുന്ന വാഹനമാണ്. അലോയ്സ് ഒന്നും വരില്ല? ഇല്ല, കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ക്ലെയിം? സീറോ ക്ലെയിം. ഓക്കെ, സീറോ ക്ലെയിം വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് 7,80 കൊടുക്കാം. 7,80,000 രൂപയ്ക്ക് 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, ഡീസൽ HTX മാനുവൽ ഈ ഒരു സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 ലക്ഷം രൂപ നമുക്ക് ലോണും അവൈലബിൾ. ഓക്കെ, മാക്സിമം ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു ഡീസൽ കോമ്പാക്ട് SUV ആണ്. നോക്കി നടക്കുന്നവരുടെ പെട്ടെന്ന് വിളിച്ചോ അടുത്ത വണ്ടി. അടുത്തത് കിയയുടെ സെൽട്ടോസ് ആണ്. ഏതാ മോഡൽ ഇത്? 2020 മോഡൽ. HTK പെട്രോൾ. മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓൾമോസ്റ്റ് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും വാഹനമാണ്. പെട്രോള് 47,000 കിലോമീറ്റർ ആകുന്നത്. 47,000. ഓക്കെ, ലോ കിലോമീറ്റർ ആണ്. 20 സംബന്ധിച്ച് ഇപ്പോൾ 6 വർഷം ആയി. സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ സിംഗിൾ ഓണർ കിടക്കുന്ന ലോ കിലോമീറ്റർ വണ്ടി. ഇന്ന് കണ്ട ഓൾമോസ്റ്റ് വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, സീറോ ക്ലെയിം. ഓക്കെ, നീറ്റ് വണ്ടി, ലോ കിലോമീറ്റർ. പെയിന്റിങ് അത് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന കമ്പനിയിൽ ചെറിയ പെയിന്റിംഗ് അല്ലാണ്ട് വേറെ അങ്ങനെ ടച്ചപ്പ് അല്ലാണ്. ഓക്കെ, ഞാൻ പക്ഷേ പെയിന്റിംഗ് ഉണ്ടെന്നാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത വണ്ടിയാണിപ്പോൾ. പെട്രോൾ സെൽട്ടോസ് മാനുവൽ എന്ന് വെച്ചാൽ ഒരു 12-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ്. അപ്പോൾ എത്ര കൊടുക്കുക ഇത്? നമുക്ക് ലാസ്റ്റ് 8,4 കൊടുക്കാം. 8,25,000 രൂപയ്ക്ക് 2020 മോഡൽ, വെറും 46,000 കിലോമീറ്റർ ഓടിയ ഒരു സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോഡ് ഫുള്ളും കയറും, മാക്സിമം കയറും, എന്തായാലും കയറും. ഓക്കെ, അടുത്തത് റിനോ ക്യാപ്ചർ ആണ്. ഏതാ മോഡൽ ഇത്? 2018-19. ഏതാ, ഡീസലോ പെട്രോളോ? ഡീസലിൽ RXT ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെയാണ്. RXT ഇതിന്റെ മോഡൽ RXS-ഉം RXZ-ഉം വരും. ഇല്ല, RXT-ന്റെ മേലെ പ്ലാറ്റിനം എന്ന് പറഞ്ഞ ഓപ്ഷനേ ഉള്ളൂ. RXZ വരുന്നില്ല, 3 ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മറ്റേലായിരിക്കും അല്ലേ? അത് മൊത്തം വരുന്നത് പ്ലാറ്റിനിലെല്ലാം ഫുൾ. ഓക്കെ, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും. ഇതിൽ അലോയ്സിന്റെ പ്രൊജക്ട് ഹെഡ്ലാമ്പ്, ഡിഫോഗർ ഉണ്ട്, വൈപ്പർ ഉണ്ട്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. പുഷ്പട്ട ഉണ്ടാവില്ല അല്ലേ? എല്ലാം ഉണ്ട്. പുഷ്പട്ടമുണ്ട്. പുഷ്പട്ടത്തിന്റെ ബേസ് മോഡൽ തന്നെ വരുന്നുണ്ട്. അത് ശരി. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ടെറാനോന്റെ പിന്നെ മറ്റേ ഡസ്റ്ററിന്റെ ഒക്കെ കൂടിയ ഐറ്റം, ക്രെറ്റന്റെ ഒക്കെ എതിരാളിയായിരുന്നു. അതിന്റെ ഒക്കെ ലെവലിൽ വരുന്ന ഐറ്റമാണ്. ഡീസലിൽ അത്യാവശ്യം മൈല് എത്ര ഉണ്ട്? ഏതാ 85 അല്ലേ? ഇതിന് 1 ടൺ ആണ്. 1 ടൺ. 1 ടൺ ഇതിൽ 1 ടണ്ണേ ഉള്ളൂ. പവർ. ഓക്കെ, അപ്പോൾ മൈലേജ് കുറച്ച് കുറേ ഒരു പെർഫോമൻസ് 16 എന്തായാലും കൺഫേം. 16 കിട്ടോ? കൺഫേം 85 അല്ല 1 ടണ്ണിൽ എത്ര കിട്ടും? ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. വണ്ടി എന്തായാലും ഇപ്പോഴുള്ള കണ്ടീഷനില്ല. ഇപ്പൊ നിങ്ങളുടെ ടയറിലൊക്കെ ചളിയൊക്കെ കാണുന്നുണ്ടാവും. അതൊക്കെ ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ കംപ്ലീറ്റ്ലി. ഓക്കെ, റീസെന്റ് പർച്ചേസ് ചെയ്ത. എത്രയാ ചോദ്യം? എത്രയാ ഇപ്പോൾ? ഇത് നമുക്ക് നെറ്റ് 5,4. 18-19 അല്ല പറഞ്ഞത്? 18 മോഡൽ, 19 രജിസ്ട്രേഷൻ ആണ്. 5,25,000 രൂപ. 70,000 കിലോമീറ്റർ വണ്ടി. വലിയ ഓട്ടം പോയിട്ടില്ല കേട്ടോ, ഡീസലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓക്കെ, ഒരു ക്ലെയിം ഫുൾ ഓൺ. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഒന്നുമില്ല. അടുത്തത് ടാറ്റ സഫാരി, ഒരു 7 സീറ്റർ വാഹനമാണ്. KL2 കൊല്ലം വണ്ടിയാണ്. ഏതാ മോഡല്? ഇത് 2021. 21 അല്ല? ഓക്കെ, കിലോമീറ്റർ ഒരു 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ മാനുവൽ, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ്. ഓക്കെ, ക്ലെയിമും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ഡിക്കി റീപ്ലേസ് ആണ്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഡിക്കി മാത്രം മാറിയിട്ടുണ്ട്, ഡോറ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കമ്പനി സർവീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സർവീസ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് XT
XT ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫീച്ചേഴ്സ്, സൺറൂഫ് ഇല്ല, 2000 രൂപ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. ഓക്കെ, പിന്നെ എത്രയാ ചോദ്യം? എത്രയാ ഇപ്പോൾ ഇത് നമുക്ക് നെറ്റ് 12,90 12,90,000 രൂപയ്ക്ക് ഒരു ഡീസൽ മാനുവൽ സഫാരി XT ഓപ്ഷൻ വരുന്ന വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2021 മോഡൽ. കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. കിലോമീറ്റർ ആ ഒരു ഡീസൽ വണ്ടി മെയിൻ ആയിട്ട് തന്നെ ഒരു 50 കിലോമീറ്ററിന് താഴെയുള്ള വണ്ടിയൊക്കെ തീർച്ചയായും ലോ കിലോമീറ്റർ. നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല നീറ്റ് വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിക്കോ. 7 സീറ്റർ ആണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. അതും ഒരു സഫാരി തന്നെ, സെയിം ഷേപ്പ് തന്നെ അല്ലേ? സെയിം വണ്ടി. ഏതാ മോഡല്? സെയിം 21 അതിന്റെ ടോപ്പ് എൻഡ് XZ+. ഓക്കെ, മാനുവലില് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം ഡീസൽ അല്ലേ? ഡീസൽ മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ്, സൺറൂഫ്, പുഷ് ബട്ടൺ, സീറ്റ് അഡ്ജസ്റ്റർ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. ഓക്കെ, ഇതിന്റെ കിലോമീറ്റർ ഹൈലൈറ്റ് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, രണ്ടും കുറഞ്ഞ കിലോമീറ്റർ. ഓക്കെ, ഇതായാലും കുറവ്, 20,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ ക്ലെയിം വണ്ടി വന്ന കണ്ടീഷനാണ്, ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് റീഫർബിഷ് വർക്ക്, അതായത് ഒന്ന് വൃത്തിയാക്കേണ്ട പണിയുണ്ട്, വേറൊന്നുമില്ല. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ എടുക്കാം. ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. ഓക്കെ, എത്രയാ ചോദ്യം? ഇത് നമുക്ക് നെറ്റ്, നമ്മളിവിടെ പറയുന്ന ഫുള്ള് നെറ്റ് റേറ്റ് 14,400 നെറ്റ് കൊടുക്കാം. 14,25,000 രൂപയ്ക്ക് വെറും 20,000 കിലോമീറ്റർ ഓടിയ 2021 XZ+ ഡീസൽ മാനുവൽ ഈ ഒരു സഫാരി 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോണും കയറും. ഫുൾ ലോണ് ഒരു 13 ലക്ഷം രൂപ, 90% എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വില അന്വേഷിക്കുമ്പോൾ ഈ രണ്ട് ഘടകം ഭയങ്കര ഹൈലൈറ്റ് ആണ് അല്ലേ? പിന്നെ 1 lakh കിലോമീറ്റർ ആയ ഒരുപാട് റേറ്റ് കുറയും. പിന്നെ ആക്സിഡന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ അതും കൂടെ നോക്കുക. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് മെയിനായിട്ട് ഇതിനെ ബാധിക്കുന്ന വിലേനെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി, ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ വേറെയും കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട്. ബെൻസ് തന്നെ ഉണ്ട്, ഓഡി ഉണ്ട്, പിന്നെ BM ഉണ്ട്, എല്ലാ സെഗ്മെന്റും ഉണ്ട് കേട്ടോ. BM, ബെൻസ് എല്ലാത്തിന്റെയും. ഏതൊക്കെ ഈ റെഡ് ഏതാ? CLA 200 അല്ലേ? ഒരു C ക്ലാസ് ഉണ്ട്, 2017 C ക്ലാസ്. ഇത് 2016 CLA, 16 GLA. ചെറിയ പ്രൈസ് ആണ്. അത് Q3. അതെ, സിംഗിൾ ഓണർ Q3. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇത് RS ഇത് ചെയ്ത A4 ജസ്റ്റ് A4 ആണ്. ഓക്കെ, 5 സീരീസ് ഈ ക്ലാസ് അല്ലേ? ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോ. വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ലിങ്കിൻ്റെ വള്ളോമ്പ്രം അത്താണിക്കൽ, മലപ്പുറം ജില്ല, അതായത് കോഴിക്കോട് പാലക്കാട് റൂട്ട്, വള്ളോമ്പ്രം അത്താണിക്കൽ. ഓക്കെ, അപ്പോൾ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഇപ്പോൾ പറഞ്ഞ വില ഏകദേശം ഫൈനൽ തന്നെയാണ്, എല്ലാ വണ്ടിയും ഫൈനൽ പ്രൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ. താങ്ക് യു. ബൈ.